റേഡിയോ സനോ 91.7 FM-ലെ ലുലു സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലുലു സ്മാർട്ട് ടോക്കിൽ അപ്പുണ്ണിയും നിസയും നിങ്ങളുടെ കൂടെ ചേരുന്ന സമയമാണിത്. പ്രവാസികൾക്ക് എവിടെയൊക്കെ അവരുടെ നിക്ഷേപം സുരക്ഷിതമായി ഒരുക്കാം അല്ലെങ്കിൽ നിക്ഷേപിക്കാം, പ്രവാസികൾ തിരിച്ചു ചെന്നാൽ എന്തൊക്കെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാം, അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്ത്, അതിനു വേണ്ടിയിട്ടുള്ള ചില വഴികാട്ടികൾ മാർഗനിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ന് ലുലു സ്മാർട്ട് ടോക്കിലേക്ക് എത്തുന്നത്. അതിഥികൾ നമുക്കൊപ്പം ചേരുന്നു. സെഞ്ചുറിയൻ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സേതു മാധവൻ സാറാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ സർ, സ്വാഗതം ലുലു സ്മാർട്ട് ടോക്കിലേക്ക്. Thank you very much. Nice connecting with you. താങ്ക് യു സർ. അപ്പോ പ്രവാസികളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ചർച്ചാ വിഷയം. ഈ വിഷയത്തില് നമ്മൾ ഒത്തിരി വിദഗ്ധർ ചേരുന്നുണ്ട്. ആ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രവാസിയുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം? പ്രവാസിയുടെ നിക്ഷേപം പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഏത് രാജ്യത്തിലായിരിക്കും. അവരുടെ ജീവിത ആവശ്യങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം. പക്ഷെ അതിൽ കൂടുതലുള്ളത് അവരുടെ സ്വന്തം നാട്ടിലായിരിക്കും. കാരണം അവിടെയാണ് അവരെന്നും തിരിച്ചു വരുന്നതും ഏറ്റവും സേഫും ആവുന്നത് സ്വന്തം നാട്ടിലാണ്. അത് ഏതെല്ലാം തരത്തിൽ വേണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവരുടെ പ്രായം, അവരുടെ കമ്മിറ്റ്മെന്റ്സ് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ തീരുമാനിക്കാൻ. അല്ലാതെ ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് നടക്കില്ല. ഉദാഹരണത്തിന് ഒരു നിങ്ങളെ പോലെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഒരു 65-70 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് വേണ്ടത് ബേസിക്കലി അവർ ഉണ്ടാക്കിയ എമൗണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് സേവ് ചെയ്യുന്ന തുക അതിന്റെ ക്യാപിറ്റലും നല്ലൊരു റിട്ടേണും കിട്ടുന്നതാണോ, അതല്ല അതിൽ നിന്ന് നാളെ അവർക്കൊരു സംരംഭം തുടങ്ങുന്നതാണോ, അതനുസരിച്ചിട്ട് അതിലുള്ള വ്യത്യാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. സർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ നാട്ടിലൊരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം മുതൽ ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ തുടക്കമിടേണ്ടത്, എന്തൊക്കെ ചിന്തിക്കണം അതിന് മുൻപായി? നമ്മളൊരു രണ്ടായി കാണാം. നമുക്ക് ആദ്യം നമുക്കൊരു സംരംഭകൻ എന്നുള്ള രീതിയിൽ വിദേശത്ത് പോയി വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരാഗ്രഹം എന്നും അവിടെ തന്നെ തുടരണം എന്നായിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഏത് പ്രായത്തിലെങ്കിലും ആയിക്കോട്ടെ, അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആക്ടിവിറ്റി വേണം, എൻഗേജ്മെന്റ് വേണം, അതിൽ നിന്ന് അവർക്കൊരു സന്തോഷവും അതിനൊപ്പം അവർക്കൊരു വരുമാന മാർഗവും ആവശ്യം. 4 തരത്തിലാണ് നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ. ഒന്ന്, ഉദാഹരണം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ. 2, ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. 3, ട്രേഡിംഗ്. 4, സർവീസ്. ഈ 4 മേഖലയിൽ ഒരു പക്ഷെ അഗ്രികൾച്ചറിൽ എത്ര അധികം ആൾക്കാർ വിദേശത്ത് പ്രത്യേകിച്ച് GCC-യിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അവിടെയും ഉണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങിലും ഹോർട്ടിക്കൾച്ചറിലും ഗാർഡൻസിലും. ഇപ്പൊ ദുബായിലൊക്കെ നമ്മള് വളരെ ഭംഗിയുള്ള ഗാർഡനുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അഗ്രികൾച്ചറിന്റെയും ഹോർട്ടിക്കൾച്ചറിന്റെയും ഫ്ലോറിക്കൾച്ചറിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷെ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാവുന്ന എന്തിലാണ്? 1, ട്രേഡിങ്ങില്. 2, സർവീസ് ഇൻഡസ്ട്രി. 3, മാനുഫാക്ചറിംഗ്. ഞങ്ങൾക്ക് സെഞ്ചുറിയൻ ഫിൻടെക്കിന് തന്നെ വളരെയധികം കസ്റ്റമേഴ്സ് വിദേശത്ത് പ്രത്യേകിച്ച് GCC-യിൽ ഉണ്ട്. അവരൊക്കെ കൂടുതലും GCC-യിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ട്രേഡിംഗ് ആണ്. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു പാക്കേജിങ് സെറ്റപ്പ് ഉണ്ടാക്കി അത് അവരുടെ ബ്രാൻഡിൽ ട്രേഡ് ചെയ്യും. അത് 2 കാരണങ്ങൾ. കഴിഞ്ഞ 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇൻഫ്ലക്സ് GCC-യിൽ വളരെ കുറവാണ്. അവർക്ക് എപ്പോഴും ഒരു ഇന്റർമീഡിയറി ആവശ്യമുണ്ടായിരുന്നു. അത് ഒരു പക്ഷെ ഏഷ്യൻ കൺട്രീസിലുള്ള ആൾക്കാരെ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അതോ ബ്രേക്ക് ചെയ്ത് പോകണം? യു ക്യാൻ കറക്റ്റ് മീ വെനെവർ യു വാണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഹാസ് ഡയറക്ട്ലി എന്റേർഡ് ഇൻ ടു ദ GCC മാർക്കറ്റ്. അപ്പോ നമ്മളുടെ ഒരു റോൾ അവിടെ ആ ഒരു ഏരിയയിൽ കുറഞ്ഞു.
അപ്പൊ നമ്മൾ മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്ന് ട്രേഡിങ്ങിനുള്ള സംഗതികൾ നോക്കണം. അപ്പൊ മറ്റുള്ള മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മാർക്കറ്റ് ഏതാണ്? ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിൽ ഒരു പക്ഷെ പണ്ട് ഇലക്ട്രിക്കൽ ഗുഡ്സും അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ഗുഡ്സും ഒക്കെ ആയിരുന്നു ഉണ്ടാവാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിന് മാറിയിട്ട് നമ്മൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഏതെല്ലാം പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും, അതാണ് ഒരു കാര്യമായിട്ട് നോക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് എക്സ്പീരിയൻസ് ട്രേഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ വന്നു കഴിഞ്ഞാൽ ആ ട്രേഡിങ്ങിൽ തന്നെ അവർക്ക് തുടരുന്നതിന്, കാരണം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് എക്സ്പോഷറും ഉണ്ട്, ആ ഒരു ബെനിഫിറ്റ് ഇവിടെ കിട്ടും. നമുക്കൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കാം. ധാരാളം പേരവിടെ വലിയ വലിയ പ്രോജക്ട്സ്, ഡീസലിനേഷൻ പോലെയുള്ള വലിയ പ്രോജക്ട്സ് മുതൽ ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് മുതൽ അങ്ങനെയുള്ള വളരെ അതേപോലെ ടെക്നിക്കലായിട്ട് ധാരാളം പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പരിചയവും ആ ടെക്നോളജി ബേസും നമ്മളുടെ നാട്ടിൽ ചില ഏരിയയിലൊന്നും അത് അത്ര വലിയ സക്സസ്ഫുൾ അല്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഗ്രാമം എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഒരു കേൾക്കാം, പക്ഷെ നെറ്റ് വീഡിയോ സ്ലോ ആവുന്നു. ഇപ്പൊ ഓക്കെ, ഞാൻ മൊബൈലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ? ഇത് കുഴപ്പമില്ല, ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ഇടയ്ക്കൊന്ന് നെറ്റ് കട്ടാവുന്നുണ്ട്, ലാഗ് വരുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ലാഗ് വരുന്നുണ്ട്. Let us continue. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ആ രീതിയിൽ നമുക്ക്. അപ്പൊ അവിടെ സർവീസസ് സെക്ടറിലുള്ളവര് അവരുടെ പരിചയവും പ്രാവീണ്യവും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിവിടെ വളരെയധികം അവർക്ക് അതേ ഏരിയയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ, ഒരു നിക്ഷേപകൻ എന്നുള്ള നിലയിൽ ആദ്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മളുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മുതൽ എന്നുള്ളത് എങ്ങനെ സേവ് ചെയ്യാം. അവിടെ നമ്മൾ എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും പലതരത്തിലുള്ള തട്ടിപ്പുകളും അല്ലെങ്കിൽ പല അനാവശ്യ വാഗ്ദാനങ്ങളും അവിടെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ നിയമവിധേയമായി പറഞ്ഞിട്ടുള്ള ചെയ്യാവുന്ന. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ തരത്തിലും, പണ്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ കീഴിലായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് അടക്കം എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഒരു സംഗതി നോക്കുമ്പോൾ, ഉദാഹരണത്തിന് NBFCസിലാണ് നമ്മൾ ഏറ്റവും അധികം തട്ടിപ്പ് കാണുന്നത്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ആണോ? ബാങ്ക് അല്ല, എന്നാൽ അവര് ഒരു ധനകാര്യ സ്ഥാപനമാണ്. അപ്പൊ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് എടുക്കണമെങ്കിൽ അതിനായിട്ട് സ്പെഷ്യൽ RBIയുടെ അപ്രൂവൽ മാൻഡേറ്ററി ആയിട്ട് അവർ നേടിയിരിക്കണം. എല്ലാ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിലും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവൽ ഉണ്ട്. അത് ഓരോ കമ്പനിയുടെ പേരിലും അപ്രൂവൽ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങളിവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഞാൻ 12% തരാം, അല്ലെങ്കിൽ 20% തരാം, 15% തരാം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ, അതിന് ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ടോ, ലൈസൻസ് ഉണ്ടോ, ഇത് നമ്മൾ ആദ്യം നോക്കണം. ഫസ്റ്റ് നമ്മളുടെ പ്രിൻസിപ്പിൾ സേവ് ചെയ്യുക എന്ന് പറയും. പിന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായി. സേവിങ്സ് ബാങ്കും ഫിക്സഡ് ഡെപ്പോസിറ്റും, അത് NRIs ആവുമ്പോൾ FCNRഉം NRE റുപ്പി ഡെപ്പോസിറ്റും ഒക്കെ അവർക്ക് വളരെ ഫെമിലിയർ ആണ്. അത് കൂടാതെ വന്നിട്ടുള്ള ഏരിയാസ് ആണ് മ്യൂച്വൽ ഫണ്ട്, അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇതിപ്പോ ഒരു ഇന്ത്യൻ പൗരന് പോലും ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളത് മാത്രമല്ല, അവർക്കും വിദേശത്തേക്ക് ഉള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പരിധി വരെ $250,000 വരെ ഒരു കൊല്ലം അവർക്ക് ചെയ്യാനും അനുവദിക്കും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അവനവൻ ഈ ഏരിയയിൽ താല്പര്യമുണ്ടോ.
പേടിയുണ്ടോ? പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് ടേക്ക് ചെയ്യാൻ. ഇപ്പൊ ഉദാഹരണത്തില് നമ്മളുടെ മൂന്ന് പേരുടെയും റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഡിഫറെന്റ് ആയി. നമ്മളുടെ മാനസികമായിട്ട് തന്നെ ഇതിനോടുള്ള കാഴ്ചപ്പാട് വ്യത്യാസമായി. അപ്പൊ ആദ്യം നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റുമായിട്ട് സംസാരിക്കണം നമ്മൾ. അവരും ക്വാളിഫൈഡ് ആയിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ NBFCയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംസാരിക്കുന്ന ആൾക്കും അതിനുള്ള അപ്രൂവൽ ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യത അനുസരിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു റിസ്ക് പ്രൊഫൈലിംഗ് പറയും. എത്ര എമൗണ്ട് വരെ? ഇപ്പൊ എന്റെ കയ്യിൽ ആകെ 100 രൂപയാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് എനിക്ക് റിസ്ക് എടുക്കാവുന്ന എന്ന് പറയുന്നത് എത്രയാണ്? ഇതൊരു പക്ഷെ 30 ആയിരിക്കും, ചിലർക്ക് 35 ആയിരിക്കും, ചിലർക്ക് 50 ആയിരിക്കും. അതനുസരിച്ചിട്ട് വേണം നമ്മളുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ രീതികൾ സ്വീകരിക്കാൻ. പ്രായമാവുന്നതോട് നമ്മൾ ആൾക്കാരോട് പറയും റിസ്ക് കുറവുള്ള കാര്യങ്ങൾ ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുക, ഒരു കമ്പോണന്റ്, ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് എടുത്താൽ അതിൽ തന്നെ 2 രീതിയിലുള്ളത്. ഡെറ്റ് ഫണ്ട് എന്ന് പറയും, വളരെയധികം റിട്ടേൺസ് ഒന്നുമില്ല, പക്ഷെ അത് സ്റ്റഡി ആയിരിക്കും. ഒരു 7 ആണെങ്കിലും 9 ആണെങ്കിലും ആ പെർസെന്റേജ് സ്റ്റഡി ആയിട്ട് കിട്ടും. അതാണ് ഒരു ഡെറ്റ് ഫണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യതിയാനം അനുസരിച്ചിട്ട് വേരിയേഷൻസ് ഉണ്ടാവും. അവരുടെ ഭാഗ്യവും സമയവും നല്ലതാണെങ്കിൽ they may some years get very extraordinarily high returns. Sometimes it may not happen. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ പോകുന്ന ആൾക്ക് സമയം കുറച്ച് കൂടുതൽ ആവശ്യമാണ്. 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിന് പോകരുത്. അവിടെ മിനിമം നിങ്ങളൊരു 18 months to 36 months എങ്കിലും കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അത് NRIs ആയാലും റെസിഡൻസ് ആയാലും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അത്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഡെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്ന 2 ഇതുപോലെ തന്നെ ബാലൻസ് ഫണ്ട് എന്ന് പറയും. ആ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടില് ഒരു മിനിമം ലെവല് നോക്കിയിട്ട് ആ മ്യൂച്വൽ ഫണ്ടിന്റെ അത് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് ദേ ഇൻവെസ്റ്റ് അക്കോർഡിംഗ്. അവിടെയൊക്കെ വലിയ ഹൈ റിട്ടേൺ ഇല്ലെങ്കിലും സേഫ്റ്റി ഇസ് മച്ച് ഹയർ. ഇത് നമ്മൾ ഓരോരുത്തരും സംസാരിച്ച അവനവന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നടത്തിയെടുക്കേണ്ടത്, അതിന് എത്ര പീരീഡ് ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ സർ, ഇപ്പോ ബാങ്കിങ് മേഖലയിലെയും മറ്റ് സർവീസ് ട്രേഡിംഗ് ഒക്കെ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്കാണ് എപ്പോഴും പ്രവാസികളുടെ കണ്ണ്. ഇപ്പോൾ അതിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റ് നമ്മളുടെ ഭാഷയിൽ, ഒരു മലയാളിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാവുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഡൗൺ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് നമുക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ ഇപ്പൊ കഴിയണമെന്നില്ല. അത് വെറും പറമ്പാണെങ്കിലും വീടാണെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. 2 കാരണങ്ങൾ. ഒന്ന്, മാർക്കറ്റിൽ ധാരാളമായിട്ടുള്ള ഇതിന്റെ ഓവർ സപ്ലൈ. ബേസിക് എക്കണോമിക്സിൽ നമ്മൾ പറയില്ലേ സപ്ലൈയും ഡിമാൻഡും എന്ന് പറയുന്നത്. ഇന്ന് സപ്ലൈ ഓവറാണ്. കാരണം എന്താന്ന് വെച്ചാല് വളരെയധികം ആൾക്കാർ ഈ ഡിമാൻഡ് കണ്ട് പല രീതിയിലുള്ള, ഇപ്പൊ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും ധാരാളം പണിതിട്ടിട്ടുണ്ട്. നല്ലൊരു ശതമാനം പ്രവാസികൾ തന്നെയാണ് ഇതെല്ലാം കേരളത്തിൽ പ്രത്യേകിച്ച് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ വീടുകൾ പലതും അടച്ചു പൂട്ടിക്കിടക്ക് തന്നെയാണ്, അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അസോസിയേഷനുകളുടെ മെയിന്റനൻസ് തന്നെ തിരക്കേടില്ലാത്തൊരു എമൗണ്ട് വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മള് സ്വന്തം വീട്ടില് താമസിക്കുകയാണെങ്കിൽ മെയിന്റനൻസ് കൊടുക്കുന്നത് പോട്ടെ, അടച്ചിട്ടിട്ട് അതിന് മെയിന്റനൻസ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അത് നല്ല നല്ല അപ്പാർട്ട്മെന്റ്സിൽ ഇറ്റ് ക്യാൻ കം ഡൗൺ ടു ഒരു 6 digit വരെ ആവാം, ഒരു 10,000 rupees upwards when you are spending monthly. So that scenario is there. ഇപ്പോഴത്തെ സിനാരിയോ, ലെറ്റ് us come back to the right situation. നിങ്ങളൊരു രജിസ്റ്റർ ഓഫീസ് പോവുകയാണെങ്കിൽ the volume of transactions have come down by 60-70%. പണ്ട് നമ്മളൊരു രജിസ്ട്രാറിന്റെ പലതരത്തിൽ തിരക്ക്, ആ സിനാരിയോ അല്ല.
ഓക്കെ. മീൻസ് അപ്പൊ അതിന്റെ അർത്ഥം ട്രാൻസാക്ഷൻസ് 2 GST വരികയും ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ റെസ്ട്രിക്ഷൻസ് വരികയും ചെയ്തതോടുകൂടി ഈ അൺഅക്കൗണ്ടഡ് ട്രാൻസാക്ഷൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ്സിലല്ലേ ഇപ്പൊ കച്ചവടം നടക്കുള്ളൂ, മിനിമം റേറ്റ്സ് നടക്കുന്നു. ഏറ്റവും ഒരു മേജർ ആയിട്ട് എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇന്ന് താഴത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ചെറിയ അൺസർട്ടനിറ്റി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫേസ് ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ടാവും. ഓയിലിന്റെ വിലക്കുറവ് കൊണ്ടായിരിക്കാം, ലോകത്തിലുള്ള അസ്ഥിരതകൾ കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇപ്പോഴത്തെ അസുഖം മൂലമുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടാവും. ഞാൻ തന്നെ ഞങ്ങളെ സെഞ്ചുറിയൻ ഫിൻടെക് GCCയിൽ കുറെ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിനൊക്കെ വരാറ്. അപ്പൊ ഞങ്ങൾ അവിടെ പണ്ട് റെഗുലർ ആയിട്ട് നാഷണലൈസേഷന് വേണ്ടിയായിരുന്നു ട്രെയിനിങ്. അവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് അവരെ ബാങ്കിങ് പഠിപ്പിച്ച് അങ്ങനെ വരാൻ. പിന്നീട് അത് പെട്ടെന്ന് അതുപോലും ഇപ്പൊ നിർത്തി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിബഡി ഈസ് വാണ്ടിങ് ടു സീ വെദർ ആർ ദേ ആഡിങ് കോസ്റ്റ് അൺനെസസറി. അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് കണ്ട സിനാറിയോ എന്താണ്? പല ഓഫീസുകളും ക്ലോസ് ഡൗൺ ചെയ്തു. അത് മാത്രമല്ല, ഒരു 50% കുറവ് ആൾക്കാർ മാത്രമേ ഓഫീസുകളിൽ വരാവൂ എന്ന് പറഞ്ഞു. ഈ 30-50% വെച്ച് പോലും ഓഫീസുകളൊക്കെ ഫങ്ഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു ഫോളോ ഔട്ട് വന്നത്, എല്ലാ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നൊരു ചോദ്യവും തന്നെത്താനെ ചോദ്യമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇതിന്റെ വേറൊരു ഫോളോ ഔട്ടാണ് നമ്മളുടെ റിയൽ എസ്റ്റേറ്റിൽ വന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വലിയ വലിയ കമ്പനികൾ, TCS പോലെയുള്ള, ഇൻഫോസിസ് പോലെയുള്ള വലിയ വലിയ കമ്പനികളെല്ലാം ധാരാളം ഓഫീസ് സ്പേസ് എടുക്കും. കഴിഞ്ഞ 7-8 മാസമായിട്ട് ഇത് എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്തു തുടങ്ങി. വർക്ക് നടക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ആൾക്കാരല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും, വി ആർ ഏബിൾ ടു വർക്ക്. ഇതിന്റെ ഫോളോ ഔട്ട് ആർക്കും? ലാൻഡ് ലോഡ്സിനാണ്. എത്രയോ ഓഫീസസ്, ഞാൻ ായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വളരെയധികം ഓഫീസസ്, ഓർഗനൈസേഷൻസ് നോട്ടീസസ് ലാൻഡ് ലോഡ്സിന് കൊടുത്തു. ഒന്ന്, ഞങ്ങൾക്ക് ഓഫീസിന്റെ സ്ഥലം കുറയ്ക്കാം, ഇത്ര വേണ്ട. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ ഇപ്പൊ എടുത്തിരിക്കുന്ന റേറ്റിന് ഞങ്ങൾക്ക് ഇനി ഇത് ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ 40 രൂപ സ്ക്വയർ ഫുട്ടിന് തരുന്നുണ്ടെങ്കിൽ 20 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. അതല്ലെങ്കിൽ വി ആർ വില്ലിംഗ് ടു സറണ്ടർ. ഇത് കഴിഞ്ഞ 6-8 മാസം കൊണ്ട് വന്ന ഒരു പ്രക്രിയ. ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. അതിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഓഫീസ് വലിയ മാൻഡേറ്ററി അല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. ഇതിന്റെയൊക്കെ ഫോളോ ഔട്ട്, ദീസ് ആർ ഈ ഓരോ കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഫോളോ ഔട്ടാണ് ഈ 2. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ സാറ് പല മേഖലകളെ പരിചയപ്പെടുത്തി. അതിലിപ്പോ ട്രേഡിങ് പോലെ അല്ലെങ്കിൽ സംരംഭകനാകുന്നതും ഒക്കെ ഉണ്ട്. പ്രവാസി എന്ന് പറയുമ്പോൾ കുറെ നാളുകളായിട്ട് നാടായിട്ട് വിട്ടുനിൽക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരില്ല. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്, നാട്ടിലുള്ള ഒരാളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നതിനെ പറ്റി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടന്റ് ആയ സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊരു ലൈവ് കേസ് പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചക്ക് മുമ്പ് എന്റെ അടുത്ത് നേരിട്ട് വന്ന ഒരു പ്രവാസി. അദ്ദേഹം 25 വർഷമായിട്ട് GCCയിൽ ഒരു എന്താ പറയുക, ഖത്തറല്ല, വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആള്. നല്ല രീതിയിൽ അവിടെ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്ന ആള്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തുടങ്ങി. കഴിഞ്ഞ 5-6 വർഷമായിട്ട് 2 ബിസിനസ്സിൽ ഇവിടെ ആള് പങ്കാളിയാണ്. 2 സ്ഥലത്ത്, 2 ലൊക്കേഷനിലാണ്. ഒരെണ്ണം എറണാകുളം ബേസ്ഡ്, ഒരെണ്ണം ട്രിവാൻഡ്രം ബേസ്ഡ്. ഈ 2 ബിസിനസ്സും 2 രീതിയിലുള്ള ബിസിനസ്സാണ്. ഇങ്ങനെ അവിടെ മിഡിൽ ഈസ്റ്റിൽ ചെയ്യുന്നത് ട്രേഡിംഗ് ആണ്. സുഹൃത്തുക്കളെ കണ്ടു, അവരുടെ ഇല്ലാത്ത ഒരു തുക 2 ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തു.
5-6 വർഷമായിട്ട് അദ്ദേഹത്തിന് അവിടുത്തെ തിരക്ക് കാരണം ഇവിടുത്തെ ബിസിനസ്സിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. മാത്രല്ല ഇവിടുത്തെ ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല, അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കോടികളുടെ നിക്ഷേപമാണ്, അല്ലാണ്ട് ചെറിയ തുകയല്ല പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവിടെ ബിസിനസ്സിന് ഒരു ഗ്ലട്ട് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രണ്ടാമത് ഒരു റീലുക്ക് വേണ്ടി, കാരണം GCCയില് നാട്ടിലെ 2 ബിസിനസ്സുകളും ഇതെല്ലാം വേണമോ അതോ ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് മൂന്ന് ലൈനാണ്. ഒരെണ്ണം മാനുഫാക്ചറിങ്, വേറൊരെണ്ണം ട്രേഡിങ്, അങ്ങനെയാണ് വേറൊരെണ്ണം അഗ്രോ ബേസ്ഡ്. ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു, 3 തരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് സക്സസ്ഫുൾ ആവാനായിരുന്നു. തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് അങ്ങേര് എന്നാൽ ശരി ഞാൻ ഇതെല്ലാം ഇവിടത്തേക്കൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വരുമ്പോ അങ്ങേര് വേദനയോടെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാല് ഈ ആബ്സെന്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മള് ബിസിനസ്സിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു വേറെ, പക്ഷെ നമ്മൾക്ക് അതിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നില്ല എങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്നൊരു റിട്ടേൺ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ സാർ ഈ പറഞ്ഞ പോലെ ആബ്സെന്റ് മാനേജ്മെന്റ് ആണ് പ്രശ്നങ്ങൾ സംഭവിപ്പിക്കുന്നത് ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ. നമുക്ക് എങ്ങനെയാണ് അതിന് ഇപ്പൊ പറഞ്ഞ പോലെ ടെക്നോളജി ഒക്കെ വളർന്നു, കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നു, അപ്പോ എന്താണ് സാധ്യതകൾ ഉള്ളത് ഇനി? അല്ല, അതില് ഫിസിക്കൽ ആബ്സെൻസിനെക്കാട്ടിലും മെന്റൽ ആബ്സെൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഫിസിക്കലി നമ്മൾ ഒരുമിച്ചിരിക്കണം നിർബന്ധമില്ല, പക്ഷെ ഫോളോ അപ്പ് റെഗുലർ ആയിട്ട് വേണം. ഇപ്പൊ ഓരോ ആഴ്ചയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതല്ലെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ വളരെയധികം ഫ്രണ്ട്സ് ഇവിടെ വന്ന് പല പ്രോജക്ട്സിലും പിന്നെ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. വലിയ വലിയ ബിൽഡേഴ്സിന്റെ അടുത്ത് വിശ്വാസത്തിന്റെ മുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാലാവധി മാറിപ്പോകുന്ന അല്ലാതെ ഇവരുടെ ഇതുവരെ പ്രോജക്ട്സ് അവർക്ക് ഡെലിവറി കിട്ടിയിട്ടില്ല. അത് ഇവർക്കൊന്നും ചെയ്യാനുള്ളതല്ല, ഇവര് കാശ് കൊടുക്കുക, കറക്റ്റ് ടൈമിന് സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത് മാത്രമാണ്. അവര് ബിസിനസ് നമുക്കും കൂടെ പരിചയമുള്ള അല്ലെങ്കിൽ അവനവൻ അറിയുന്നതുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ബിസിനസ് ആയിരിക്കണം. ഇപ്പൊ നിസ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നിസയോട് ഒരു കാര്യം പറഞ്ഞു, നിസയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ ശരി, ഞാനൊരു റിട്ടേൺ പറയാണ്, ആനുവൽ ആയിട്ട് ഒരു 15% റിട്ടേൺ കിട്ടും എന്ന് കേൾക്കുമ്പോ അതിന്റെ മോഡൽ ഇതൊന്ന് വാലിഡേറ്റ് ചെയ്യണം ആദ്യം. അതല്ലാതെ നമ്മൾ വന്ന് ഇൻവെസ്റ്റ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കും. കാരണം ഈ നമ്മൾ പറയില്ലേ, വാട്ടർ വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ലെവൽ എന്ന് പറയില്ലേ. യു കനോട്ട് കീപ് വാട്ടർ അറ്റ് 2 different levels around the same place. It has to match. അപ്പൊ when the market is giving you around 9% or 8%, if somebody says that ഈ ബിസിനസ്സിൽ 20% ഉണ്ട് അല്ലെങ്കിൽ വേറെ 40% എന്ന് പറഞ്ഞാൽ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ അവകാശം പറയുന്നില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ മോർ ദാൻ ആബ്സെന്റി മാനേജ്മെന്റ്, what I would say that you should be understanding what is happening and you should be monitoring it on a regular basis. അതിപ്പം ഈ ഒരു സമയത്ത് പ്രവാസികൾക്ക് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് സജഷൻസ് എന്തൊക്കെയാണ് സാറിന് തരാനായിട്ടുള്ളത്? ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ വുഡ് സേ ദാറ്റ് വന്ന ഉടനെ തന്നെ ഈ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള യാതൊരു കാര്യവും അവർ ചെയ്യരുതെന്നാണ്. ഉദാഹരണത്തിന് ഒരു വലിയ സ്ഥലം വാങ്ങി വലിയൊരു കെട്ടിടം പണിത്, ഇതിന്റെ ഒന്നും ഇന്ന് ആവശ്യമില്ല. ഇന്നിപ്പോ ഈ റിയൽ എസ്റ്റേറ്റിന് വലിയ പ്രസക്തി ഇല്ലാതെ വന്നിരിക്കുകയാണ്. വലിയ വലിയ ഓർഗനൈസേഷൻസിന് പോലും സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനോ വലിയ പ്രസക്തി ഇല്ലാതെ വന്നു. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ജോബ് വർക്ക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഡ് ടു എൻഡ് നമ്മൾ ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് എടുക്കുക, മാനുഫാക്ചറിങ്ങില് റോ മെറ്റീരിയൽ സ്വരൂപിച്ച് അവിടെ നിന്ന് നമ്മൾ അതിന്റെ ലാസ്റ്റ് മൈൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് വരെയാണ് ഒരു മാനുഫാക്ചറിങ് എന്റർപ്രൈസ്. ഇതിനകത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ ഒരു പോർഷനിലാണെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ ആയിരിക്കണം ആദ്യം തുടങ്ങുന്നത്. അതൊരു പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കാം, അതല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ പ്രോസസ്സിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിയിട്ട് പാക്കേജിങ്ങിലായിരിക്കാം,
അപ്പൊ ഇതിൽ ഏത് ഏരിയയിലാണോ എനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത് ആ ഒരു ഏരിയ, ആ ഒരു പീസ് മാത്രം ഞാൻ ഇന്ന് എടുത്ത് ചെയ്ത് തുടങ്ങണം. അതിൽ എനിക്ക് എക്സ്പീരിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം then you can go. Never go in for a large scale investment in land and building എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഇത് രണ്ടും ഇന്ന് ധാരാളം ഇവിടെ റെഡിലി അവൈലബിൾ ആണ്. നിങ്ങളൊരു കെട്ടിടം പണിത് ഇത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ധാരാളം കെട്ടിടങ്ങളൊക്കെ പലതും ഇവിടെ അവൈലബിൾ ആണ്. ആദ്യം നിങ്ങളത് നെഗോഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ലീസിന് എടുക്കോ അല്ലെങ്കിൽ റെന്റലിനോ എടുത്തിട്ട് അതിൽ നടത്തിയിട്ട് ഇഫ് യു ഫൈൻഡ് ഇറ്റ് സക്സസ്ഫുൾ then you buy it out. But don't come and invest heavily. കാരണം നല്ലൊരു ശതമാനം ആൾക്കാർ എന്ത് പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം വന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ധാരാളം തുക അതിൽ മുടക്കും. അതിപ്പോ ഒരു നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മളുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ ആദ്യം തന്നെ വലിയൊരു വീട് പണിയും. ഈ വീട് പണിത് കഴിഞ്ഞിട്ടാണ് ഇത് ആലോചിക്കുക ഇത് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്ന്. അതെ 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 അതേ 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 ശാസ്ത്രം തന്നെയാണ് ഇതിലും. അതേ ലോജിക്കാണ്. ആദ്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എടുക്കുക, അത് ഞാൻ നല്ലോണം മാനേജ് ചെയ്ത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്യും. തിരിച്ച് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്കൊരു 2 ബെഡ്റൂം മതിയെങ്കിൽ ഞാൻ അവിടെ 4 ബെഡ്റൂം പണിയേണ്ട ആവശ്യമില്ല. ആ 2 ബെഡ്റൂം എനിക്ക് മതിയാവാതെ വരണ സമയത്ത് ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ ഞാൻ ആദ്യമേ 4 ബെഡ്റൂം പണിത് കഴിയുമ്പോഴേക്കും എന്റെ കയ്യിലുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ കുറഞ്ഞു. നാളെ എനിക്കൊരു അവസരം വരികയാണെങ്കിൽ പോലും, ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമാണെങ്കിൽ പോലും, എനിക്ക് ആ സമയത്ത് എന്റെ കയ്യിൽ ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉണ്ടാവും. വേറൊരു പോയിന്റും കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കാണുന്നത് കൊണ്ട് പറയാണ്, നമ്മളുടെ ആൾക്കാരെ വളരെയധികം ഈ കുട്ടികളെ പഠിക്കാനൊക്കെ ആയിട്ട് പല പല രാജ്യങ്ങളിലേക്ക് വിടുന്നുണ്ട്. ഓസ്ട്രേലിയ, അത് നിങ്ങളുടെ ടോക്കിന് റിലവന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് US, UK, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങൾ. ഇതിലെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ വിടുന്നതിൽ തെറ്റില്ല. പ്രശസ്തമായിട്ടുള്ള അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടാണ് വിടുന്നതെങ്കിൽ തെറ്റൊന്നുമില്ല. അവർ ആ കുട്ടികളുടെ കഴിവ് കൊണ്ട് അവർ പോയി പഠിച്ചു വരും. പക്ഷെ നല്ലൊരു ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ന് മക്കള് പഠിക്കുന്നത് ലണ്ടനിലാണ്, ഓസ്ട്രേലിയയിലാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റെക്കഗ്നീഷൻ പോലും അറിയുന്നില്ല. എന്നാൽ ഇവർ ഓരോ കുട്ടിക്ക് ഓരോ വർഷം ചെലവാക്കുന്നത് 25 മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. ഈ കുട്ടികൾ ഇത് കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ് കിട്ടും, ഒരു ജോലിയോ അങ്ങനെയുള്ള. ഇത് വിദേശീയർക്ക് ഞാനൊരു NRIസിനെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണല്ലോ ലിക്വിഡ് ആയിട്ട് ക്യാഷ് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാർ വളരെ തുച്ഛമായിട്ടുള്ള, അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് പീപ്പിൾ വിൽ ബി മച്ച് ലെസർ ഹു ക്യാൻ അഫോർഡ് ദാറ്റ്. ദിസ് ഈസ് സംതിങ് വിച്ച് വി ആർ സീയിങ് ഹിയർ. ഏതായാലും പ്രവാസികൾക്ക് ലാസ്റ്റ് തന്നത് വലിയ ഉപദേശമാണ്. കാരണം എന്താ വെച്ചാല് മാതാപിതാക്കൾക്കൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേ, സേതുമാധവൻ സാർ ഈ സ്മാർട്ട് ടോക്കിൽ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ ജോയിൻ ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ രണ്ടുപേരെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിലും ഞാനും സെഞ്ചുറിയൻ ഫിൻടെക്കും വി ആർ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. അതിഥികൾ ഓരോരുത്തരായി നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത അതിഥിയിലേക്ക് എത്തേണ്ട സമയമാണിനി. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാം? ഒരു ബിൽഡിംഗ് വാങ്ങുമ്പോഴോ വില്ല വാങ്ങുമ്പോഴോ ഫ്ലാറ്റ് വാങ്ങുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വിശദീകരിക്കുന്നത് റിജോ ജോയ് ആണ്, ദേശായി ഹോംസിന്റെ തൃശൂർ ബ്രാഞ്ച് ഹെഡ്. ഹായ്, നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വില്ല ഇതൊക്കെ മേടിക്കുന്ന നേരത്ത് ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ്